ഹലോ നമസ്കാരം. അങ്ങനെ എന്തായാലും നമ്മളിന്ന് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പോകുന്ന ഇതുപോലെ പഴുത്ത കപ്പയ്ക്കൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ലെയർ മാഷിൻ്റെ പൊടികളെല്ലാം കൂടെ കുഴച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുകയാണ്, അതുപോലെ എല്ലാവർക്കും കൊടുക്കുകയാണ്. പൊതുവേ ഇപ്പോൾ ചൂടായി വരുന്നത് കൊണ്ടും പുറത്തു നിന്ന് കൊത്തിപ്പറക്കി തിന്നാനുള്ള തീറ്റകളൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കോഴികൾക്കെല്ലാം കുറച്ചധികം എക്സ്ട്രാ തീറ്റകൾ കരുതിയിട്ട് അതെല്ലാം കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലെയർ മാഷും അതോടൊപ്പം തന്നെ കുറച്ച് സ്റ്റാർട്ടറും എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് നമ്മുടെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട്. കാര്യം ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ അവർക്ക് അധികം പുറത്തുനിന്നൊന്നും തീറ്റ കിട്ടാറില്ല. അപ്പോൾ തീറ്റ തേടി ഇദ്ദേഹം ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ള സുന്ദരൻ പേടിച്ച് ഓടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു വിശേഷം നമ്മൾ വീണ്ടും പുറകെ പങ്കുവയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കിട്ടിയ തീറ്റകളെല്ലാം ഇവർക്ക് ആക്രാന്തത്തോടെ വിശന്ന് വലഞ്ഞിടക്കുന്ന ഇവർക്ക് എല്ലാവർക്കും കുറേശ്ശെ തീറ്റകളൊക്കെ കയ്യിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്. അവർ ആക്രാന്തത്തോടെ അത് കൊത്തി ഇറക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാതെ തൊണ്ടയിലൊക്കെ കുരുങ്ങിയിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെ എടുത്തു വെച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് പറയടോ. ക്യാമറ എന്തുകൊണ്ട് വിശേഷം ഒന്ന് ചോദിക്കും. നിന്റെ പേര് പറ. എല്ലാത്തിനും ഒരു സൗണ്ടാണല്ലോ തനിക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തതുപോലെ ഈ ഇടയ്ക്കായിട്ട് നമുക്ക് കുറച്ചധികം വെള്ള കോഴികളെ ബ്രീഡായി കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന കുറേ കോഴികളിൽ ഇപ്പോൾ കുറച്ചധികം വെള്ള കോഴി കുഞ്ഞുങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഫാം ബ്രൂഡർ സെറ്റപ്പെല്ലാം നമ്മൾ നൈസായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഓരോന്നൊക്കെ ക്ലീൻ ചെയ്ത് അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തറയിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് കുഴിയൊക്കെ ആയത് നമ്മൾ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പല സ്ഥലത്തായിട്ട് ഇടുന്ന മുട്ടകൾ ഇപ്പോൾ മാറി കൂട്ടിൻ്റെ മണ്ടയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പെണ്ണിന് ഒരു മുട്ടയെങ്കിലും അടവയ്ക്കാൻ കൊടുക്കാമെന്ന് നമ്മൾ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയാറായ ഒരു മുട്ടയെടുത്ത് അടവച്ച് കൊടുത്തെങ്കിലും അവൾ അതിനെ വളരെ വിജയകരമായി കൊന്നുകളഞ്ഞു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കുഞ്ഞെന്തായാലും ജീവനോടെ ബാക്കി അവശേഷിക്കുന്നില്ല. നമ്മൾ അതിനെ നൈസായിട്ട് തോടൊക്കെ ഇളക്കി നോക്കി തട്ടിമുട്ടിയൊക്കെ നോക്കിയെങ്കിലും കുഞ്ഞ് അതിനകത്ത് ഇരുന്ന് തന്നെ ചത്തുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ തൽക്കാലം അവളെ അടയിരുത്തണ്ട എന്ന് തന്നെയാണ് തീരുമാനം. എന്നിരുന്നാലും നമ്മൾ അവളെ എത്രയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ കണ്ണൊന്ന് തെറ്റി കഴിഞ്ഞാൽ അവൾ ഓടി വന്ന് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അടയിരുന്ന് കുഞ്ഞുങ്ങളൊന്നും വിരിയാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുത്തി അട പ്രോത്സാഹിപ്പിക്കാത്തത്. അതേസമയം തന്നെ നമ്മുടെ കൂടുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അടയിരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 32ഓളം മുട്ട വെച്ചതിൽ നിന്നും വെറും 3 കുഞ്ഞുങ്ങളെ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് കിട്ടിയ ഒരു വിരിയാറായ മുട്ടയാണ് നമ്മൾ അടയിരിക്കുന്ന അവൾക്ക് കൊണ്ട് വെച്ച് കൊടുത്തത് വിരിയിക്കാനായിട്ട്. പക്ഷേ അവൾ അത് വിരിയിച്ചെടുക്കാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് ഈ 32ഓളം മുട്ടകളിൽ നിന്ന് കിട്ടിയത് വളരെ തുച്ഛമായ 3 കുഞ്ഞുങ്ങളെ മാത്രമാണ്. എന്തായാലും കിട്ടിയത് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എന്തായാലും പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. 3 പുതിയ കുഞ്ഞുങ്ങളെ കാണുന്നതിന് എത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അവരെ കൊണ്ടുവന്നപ്പോഴേ നമ്മൾ തറയിൽ മണ്ണിലൊക്കെ ഒന്ന് ഇരുത്തി അവർക്ക് കുറച്ച് തീറ്റകളൊക്കെ അവിടെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തു. അവർ സ്വയമേ ഇതൊന്ന് കൊത്തിപ്പറക്കി തിന്നാനും ആ ഒരു മൂഡിലേക്ക് അവർ വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൊണ്ടിരുത്തി ഈ തീറ്റകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ കാണുന്ന ഇവരുടെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ദത്തെടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടെല്ലാവരോടും പങ്കുവയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വർദ്ധിച്ച് വരുന്നതായിട്ട് തിരിച്ചറിഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴത്തേക്ക് ഒരു സായിപ്പിനെ പോലെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിലെ ആ ഒരു പൂട കണ്ടു കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കളർ ചെയ്തിട്ടതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു സായിപ്പിൻ്റെ ലുക്കിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. നല്ല ചുമന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൂവലുകളെല്ലാം വെളുത്തും ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്